ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു സവാളയും കൂടി ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് കിട്ടിക്കോളും. കളർ ഒരുപാട് മാറണം എന്നുള്ള ആവശ്യമില്ല, എന്നിരുന്നാലും നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ക്യാബേജ് കൊണ്ടാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സൈഡായിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഒരല്പസമയം ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയാണ്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടി. അപ്പോൾ നമ്മൾ ഈ ചില്ലി പൗഡർ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടും, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടായ നമ്മുടെ സവാളയിലേക്ക് മസാലകൾ ചേർക്കുമ്പോഴത്തേക്കും മസാലകൾ പെട്ടെന്ന് തന്നെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുളകിൻ്റെയൊക്കെ ആ ഒരു കളറും ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ പിന്നെ വേണ്ടത് തക്കാളിയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി വരെ എടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഈ തക്കാളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളി എല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഇന്ന് വെന്തുടഞ്ഞ് ചേരണം. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കനം കുറച്ചൊന്ന് തക്കാളി അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് വലിയ പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കും. നമ്മളിതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ തക്കാളി എല്ലാം ഇതിലേക്ക് ഒന്ന് വെന്തുടഞ്ഞ് ചേരാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. തക്കാളി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒട്ടും തന്നെ തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് ഇതുപോലെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ആ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ പച്ചമുളക് ചേർക്കാനായിട്ട്. അതായത് 1 പച്ചമുളക് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. പക്ഷേ നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ മുളക് പൊടി കുറച്ച് കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഒരു 150 ഗ്രാം അളവിൽ ഞാനിപ്പോൾ ഇതുപോലെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്യാബേജ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ ഒരു ക്യാബേജ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതായത് അത്യാവശ്യം വലിയ ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മതിയാവും. തീരെ ചെറിയ ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം 150 ഗ്രാം അളവിലാണ് ഇതിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ക്യാബേജ് ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ക്യാബേജിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഒരുപാട് സമയത്ത് വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്യാബേജിലാകുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ചൂടായാൽ മതിയാവും കേട്ടോ നമ്മുടെ ക്യാബേജ്. ഫ്ലെയിം എല്ലാ സമയത്ത് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ക്യാബേജ് കൊണ്ട് മിക്കവാറും നമ്മളെ വീട്ടിൽ തയ്യാറാക്കുന്നത് തോരനായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അധികം പേരും കറികളോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാബേജ് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. ഇത് ക്യാബേജ് കഴിക്കാത്തവർ പോലെ ഇത് ക്യാബേജിലാണ് തയ്യാറാക്കിയതെന്ന് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. ആകെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. അതായത് എല്ലാം കൂടി ഷടപടേന്ന് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കരുത്. എങ്കിൽ പിന്നെ ആ ക്യാബേജിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് അതുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ തക്കാളി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവി കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ കറികൾ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ക്യാബേജിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ക്യാബേജ് ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടിയാണ്. ഒരു മുറി തേങ്ങയിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ക്യാബേജ് നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി കിട്ടാനായിട്ട്. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ കറിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ തേങ്ങാപ്പാലെല്ലാം ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും വീണ്ടും കളറൊക്കെ ഒരു ഡാർക്ക് കളറിലേക്ക് വരും. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാബേജ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ. എന്നാൽ ശരി, നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ടോ. ഈ ഒരു രീതിക്ക് നല്ല പാകത്തിന് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ കുറുകിയ ചാറോട് കൂടിയിട്ട് നമ്മുടെ ഈ ക്യാബേജ് കറി റെഡിയായിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരല്പം മല്ലിയിലയും കൂടി. മല്ലിയിലയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇഡ്ലിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ ചോറിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ സൈഡായിട്ട് എടുത്ത് നോക്കൂ. ഇതുപോലൊരു കറി ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ക്യാബേജ് കൊണ്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ഇതുപോലൊരു കറി തയ്യാറാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് പോകും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.